കണ്ണൂരിലെ ജനകീയ ഡോക്ടർ AK രൈരു ഗോപാൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് ആയിരുന്നു അന്ത്യം. 2 രൂപ മാത്രം ഫീസ് വാങ്ങിയാണ് ഏറെക്കാലം രോഗികളെ ചികിത്സിച്ചത്. ഡോക്ടർ രൈരു ഗോപാലിൻ്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു. സന്തോഷം വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷം, എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, ജനങ്ങളുടെ ഡോക്ടർ, പാവപ്പെട്ടവരുടെ ഡോക്ടർ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ ജനകീയ ഡോക്ടർ AK രൈരു നമ്പ്യാരാണ് ഇന്നലെ രാത്രി അന്തരിച്ചത്. അദ്ദേഹം വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2 രൂപ മാത്രം വാങ്ങി, അരനൂറ്റാണ്ട് കാലത്തോളം രോഗികളിൽ നിന്ന് 2 രൂപ മാത്രം വാങ്ങിയായിരുന്നു ഡോക്ടറുടെ സേവനം. കണ്ണൂരിലെ പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായിരുന്നു രൈരു ഡോക്ടറുടെ ക്ലിനിക്ക്. ഈ രൈരു ഡോക്ടർ ഈ ഒരു 2-3 വർഷം മുൻപ് അദ്ദേഹത്തിന് പ്രായാധിക്യം ബാധിച്ച് പിന്നീട് ചികിത്സിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് വീടിന് പുറത്ത് ഇനി പ്രായാധിക്യമാണ്, രോഗികളെ നോക്കുന്നതിന് പ്രയാസമുണ്ട് എന്ന് കാണിച്ച് ഒരു ബോർഡ് വെച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വാർത്തയായിരുന്നു. കാരണം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ജനകീയ ഡോക്ടറായി 50 വർഷത്തിലേറെ ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു ജീവകാരുണ്യ പ്രവർത്തനം അതേപടി നിറവേറ്റി മാതൃകയായ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഈ അംഗീകാരം, ജനകീയ അംഗീകാരം ലഭിക്കുകയും ചെയ്തിരുന്നു. പുലർച്ചെ 4 മുതൽ വൈകിട്ട് 4 വരെ ഡോക്ടർ രൈരു ഗോപാൽ ഈ 2 രൂപ ഫീസ് മാത്രം വാങ്ങി രോഗികളെ പരിശോധിച്ചിരുന്നു. പിന്നീട് അല്പം പ്രായമായപ്പോൾ ഈ രാവിലെ പുലർച്ചെ 6 മണി എന്നുള്ളത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെയായിരുന്നു രോഗികളെ പരിശോധിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ പാവപ്പെട്ട രോഗികളിൽ നിന്ന് ഫീസ് ഒന്നും വാങ്ങാതെയും സൗജന്യമായി മരുന്നുകൾ നൽകിയും അദ്ദേഹം സേവനം നൽകിയിരുന്നു. ഈ ഒരു ജനകീയ ഡോക്ടറുടെ വിയോഗം ഈ രോഗികൾക്ക്, അദ്ദേഹത്തെ ആശ്രയിച്ചിരുന്ന രോഗികൾക്കെല്ലാം തന്നെ വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രൈരു ഡോക്ടറുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം പയ്യാമ്പലത്ത് മൃതദേഹം സംസ്കരിക്കും. അജിംഷാ.